إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ആ കൂട്ടത്തിലുള്ള വലിയൊരു നിയമത്തായിരുന്നു ഈ വർഷത്തെ റമദാൻ അള്ളാഹു നമുക്ക് തന്നു എന്നുള്ളത്. അപ്പം അതിനെ നോക്കിക്കാണേണ്ട രൂപത്തിൽ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, റമദാൻ സ്വീകരിക്കേണ്ട വിധം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വർണ്ണിക്കാൻ പറ്റാത്തത്ര പ്രതിഫലം അതുവഴി റബ്ബ് നൽകും എന്നാണല്ലോ ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നിയമത്തുകൾ വേറെയും ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞ നിയമത്തുകൾ തന്നെ ഉണ്ട്. അതിലൊന്നാണ് നിർഭയത്വം എന്ന് പറയുന്നത്. നിർഭയമായി തൻ്റെ നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. അതുപോലെ ആരോഗ്യം, ഇങ്ങനെ എണ്ണി ഒരുപാട് കിട്ടും. പക്ഷെ ഇതൊക്കെ തുടരണമെങ്കിൽ, ഇതൊക്കെ ഇനിയും അള്ളങ്ങനെ നൽകണമെങ്കിൽ നമ്മൾ നന്ദി കാണിക്കുന്നവരാകണം എന്നാണ്. അള്ളാഹുവിൻ്റെ നിയമത്തിന് നന്ദി കാണിച്ചാൽ അതിൻ്റെ ഗുണം, നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം. ഈ രണ്ട് കാര്യമാണ് ഞാനിവിടെ ചില പ്രമാണങ്ങൾ പെറുക്കിയെടുത്ത് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ റമദാനിന് നമുക്ക് കിട്ടിയത് ഒന്ന് തഖ്വയാണ്. അത് കിട്ടണം. തഖ്വക്ക് വേണ്ടിയാണ് റമദാൻ നിർബന്ധമാക്കിയത്. എങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ഒരു വചനത്തിൽ 4 ഗുണങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയും, സൂറത്ത് അൻഫാലിൽ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാനൻ, അവൻ നിങ്ങൾക്ക് ഫുർഖാൻ നൽകുന്നു. ഇത് വലിയൊരു നിയമത്താണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ ഹുദാ, ശരിക്കുള്ള അറിവ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് കിട്ടാത്തതല്ലേ പലർക്കുള്ള പ്രശ്നം. സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കുന്നില്ലല്ലേ വളരെ പ്രധാനം. എന്തൊക്കെ കക്ഷികളുണ്ട് ഈ ലോകത്ത്. ഓരോരുത്തർ ഓരോന്ന് പറയാം, കിതാബ് ഉദ്ധരിച്ചിട്ട് പറയാം, ഹദീസ് അങ്ങനെ പറയാം. ഇതിൻ്റെ ഇടയിൽ ശരി കിട്ടണ്ട നമുക്ക്. ആ ശരി കിട്ടും. അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുമ്പോൾ ശരിയിലേക്ക് അള്ളങ്ങനെ കൊണ്ടുവരുന്ന പറഞ്ഞു. അത് വിശുദ്ധ ഖുർആൻ അവിടെ പറയണത്. ഫുർഖാൻ നൽകും. പിന്നെയോ വയുകഫിർ അൻകും സയ്യാത്ത്, നിങ്ങളുടെ തിന്മകളൊക്കെ അവൻ മായ്ച്ചു കളയും. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അവൻ മഗ്ഫിറത്ത് നൽകും. ഒന്ന് ചെറുതും വലുതുമായ എല്ലാ തിന്മകളും മായ്ച്ചു കളയും. ഇതൊക്കെ തഖ്വന്റെ ഗുണമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അതിൽ 4-മതായി പറഞ്ഞത് വലിയ പ്രതിഫലം നൽകും. ഇതൊക്കെ റബ്ബിന്റെ വാഗ്ദാനങ്ങളാണ്. അതാണ് ആയത്ത് അവസാനിക്കുന്നത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു അങ്ങേറ്റം ഫദ്ലുള്ളവനാണ്, വലിയ പ്രതിഫലം നൽകും.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തഖ്വ അത് നിലനിർത്താതെ ഏതെങ്കിലും കാലത്ത് മാത്രമല്ല, അത് ജീവിക്കുമ്പോൾ ജീവിതത്തിലുടനീളം അള്ളാഹ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടിയുള്ള ജീവിതമാണ് ഇവിടെ. അപ്പൊ അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ വരണം, അവന്റെ വിലക്കുകളൊക്കെ ഒഴിവാക്കണം. അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോൾ അള്ളാഹ് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ നിയമത്തിൽ നിലനിൽക്കണമെങ്കിലുള്ള വഴിയാണ്. ഇനി സൂറത്ത് ത്വലാഖിൽ 4 കാര്യം പറയുന്നു ഇതേ വിഷയത്തന്നെ. വമൻ യത്തഖില്ല, ആരെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവനൊരു വഴി അള്ളാഹ് ഉണ്ടായി കൊടുക്കുന്നതാണ്. അവൻ ഏത് പ്രതിസന്ധിയും പേടിക്കണ്ട, അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു വഴി ഉണ്ടാവും, വഴി ഉണ്ടാക്കും. അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രശ്നം റിസ്ക്, മറ്റുള്ള കാര്യത്തെ പറ്റി പിന്നെ പറയുന്നത്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹ് റിസ്ക് നൽകും. അത് പറയാ, അള്ളാഹ് സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനൊരു വഴി ഉണ്ടാക്കിത്തരും. അപ്പൊ അത്രയേറെ അള്ളാഹുവിൽ വിശ്വസിച്ച് തന്നെ പോകണം നമ്മളോട് ജീവിക്കണ കാലത്ത്. എങ്കിലും അവർക്കൊരു പ്രശ്നം, അത് അള്ളാഹ് ഒരു വഴി ഉണ്ടാക്കും, പിന്നെ അവന് പ്രശ്നമില്ല. പിന്നെയോ റിസ്ക്, നമ്മൾ ആ ഹറാം ചെയ്തില്ലെങ്കിൽ റിസ്ക് പ്രശ്നമാണ്. ഈ ഹറാം ചെയ്തില്ല, കാലം എങ്ങനെ മാറുമ്പോൾ നമ്മൾ ഹറാം ഹലാൽ നോക്കാൻ പറ്റൂല എന്നൊന്നും പറയില്ല. അവനെന്ത് ചെയ്യും? അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ വിചാരിക്കാത്ത രൂപത്തിലുള്ള വഴി അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. അതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞു. ഇനി അതേ സൂറത്തിൽ തന്നെ വമൻ യത്തഖില്ല, ആരെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവന്റെ കാര്യമൊക്കെ എളുപ്പമായി കൊടുക്കുന്ന. പിന്നെ പ്രയാസം ഉണ്ടാവില്ല. പലതും ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്, ഇടങ്ങേറാണ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ്. കാര്യങ്ങളൊക്കെ അള്ളാഹ് എളുപ്പമായി കൊടുക്കുന്ന പറഞ്ഞിട്ടില്ല. അവനെന്തെല്ലാം പ്രശ്നങ്ങൾ, അതൊക്കെ കാണും ഈസിയായിട്ട് പോകണം. ചില പാവപ്പെട്ട ആൾക്കാർ തന്നെ ഇപ്പൊ കാലത്ത് കല്യാണം, കുട്ടിയെ കല്യാണം ഉണ്ടാക്കലും മറ്റൊക്കെ പ്രശ്നമായി പറയും. പക്ഷെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് 5 വയസ്സൊക്കെ പകല്ലാന്ന് പറയാവുന്ന ആൾക്കാർ ഒരു കുട്ടികളെ കെട്ടിച്ചു വിടുന്നു, വേറെ പലതും അങ്ങനെയൊക്കെ ചെയ്യും. അതെന്താ ചോദിച്ചാൽ അള്ളാഹുൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും അവർക്കൊരു വിഷയവും ഉണ്ടാവില്ല. അതൊക്കെ അള്ളാഹ് ഏറ്റെടുത്തോളും. അപ്പൊ ഇതൊക്കെ റബ്ബിന്റെ വാഗ്ദാനമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. പിന്നെ ഇതുപോലെ റമദാനിൽ നമുക്ക് കിട്ടിയ വേറൊരു കാര്യമല്ലേ, സ്വന്തത്തോടുള്ള ജിഹാദ്. ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ സ്വന്തത്തോട് ജിഹാദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ദാഹിച്ച വെള്ളം കുടിക്കും, വിശന്നാൽ ഭക്ഷണം കഴിക്കും, ഒക്കെ ചെയ്യൂലേ. പക്ഷെ നോമ്പ് കാലത്ത് ഞാൻ നോമ്പുകാരനാണ്. മനസ്സ് എന്ത് താല്പര്യപ്പെട്ടാലും, എത്ര നല്ല ഭക്ഷണം കണ്ടാലും, എത്ര ദാഹിച്ചാലും മനസ്സെ അവിടെ സൈഡായിക്കോ, അവിടെ അടങ്ങിക്കോ. തൽക്കാലം നിന്നെ പരിഗണിക്കാൻ എനിക്ക് മനസ്സില്ല. ജിഹാദ് ചെയ്യണം മനസ്സിനെതിരെ. അതുപോലെ ക്ഷമ, അതാണ് ക്ഷമ. അതൊക്കെ ഈ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിച്ച വിഷയമാണ്. എത്ര വിശന്നാലും നമ്മൾ സഹിക്കും ആ സമയം വരെ. അതുപോലെ നോമ്പുകാരനെതിരെ വല്ല പ്രശ്നമൊക്കെ വന്നാവും സഹിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ സഹിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നോമ്പ് കൊണ്ട് കിട്ടിയൊരു വിഷയമുള്ളത്. അപ്പൊ ഈ ക്ഷമ, ഈ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ 3 തരം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊന്നെന്തെന്നറിയോ? അതിലൊന്ന് അള്ളാഹു പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ഒരു ജിഹാദ് വേണം സ്വന്തത്തിനെതിരെ. ഇപ്പൊ സുബൈന്റെ നേരത്തൊക്കെ ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ആ നേരം എഴുന്നേറ്റ് വരാൻ. ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, എത്ര റക്അത്താണെങ്കിലും, 1 ആണെങ്കിലും 3 ആണെങ്കിലും 5 ആണ് 7 ആണെങ്കിലും 11 വരെ പോയാലും ആ നേരമൊക്കെ എഴുന്നേക്കാൻ ജിഹാദ് ചെയ്യണം. ഇത് അള്ളാഹ് പറഞ്ഞ് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ തന്നെ സ്വന്തത്തിനെതിരെ ജിഹാദ് വേണമല്ലോ. ഇതുപോലെ മറ്റുള്ള ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ജിഹാദ് വേണം. പിന്നെ സബൂർ അനിൽ മാസിയ, തിന്മ ചെയ്യാതിരിക്കാനും ക്ഷമ വേണം. നമ്മുടെ മനസ്സ് തിന്മയിലേക്ക് അതിങ്ങനെ ചെയ്യാൻ പിശാചിന്റെ പിന്തുണയോടുകൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മാറി നിൽക്കണമല്ലോ, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. അതിന് ക്ഷമ വേണം, ജിഹാദ് വേണം. ഇതുപോലെ അസ്വബുർ അല അഖ്ദാരില്ല അൽ മൗലിമ, ചിലതൊക്കെ വലിയ വലിയ ഖദറുകൾ, പരീക്ഷണങ്ങൾ വരും. ആ നേരം സത്യവിശ്വാസികളെ പറ്റി ഖുർആൻ പറഞ്ഞു, പരീക്ഷണങ്ങൾ ഒരു അപ്പം സഹിക്കണം പറഞ്ഞു, ക്ഷമിക്കണം. വലനബുലുവന്നക്കും എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങളെ പരീക്ഷിക്കുന്ന ചെയ്യും. ചിലപ്പോൾ വിശപ്പ് കൊണ്ട്, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്,
ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ തിരോധാനം കൊണ്ട്, നമ്മുടെ തന്നെ അവയവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പല രൂപത്തിലും ആ നേരം ബഷീർ അസ്വാബിന് ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കാനാണ് പറഞ്ഞത്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അവര് അപ്പോൾ ഇതിനൊക്കെയുള്ള ഖൈറാണ് ഉദ്ദേശിച്ചത്. ഇതുകൊണ്ട് ഞാനിത് സഹിച്ചാൽ ഇതിന് ഇന്ന പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു അവരുടെ കൂടെയുണ്ട്. നമ്മളൊക്കെ കേട്ട ഇന്നല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരെ കൂടെയാണ് അള്ളാഹു. അള്ളാഹ് പിന്നെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? ആ ഒരു സമാധാനം തന്നെ പോലെ ഞാൻ റബ്ബ് പറഞ്ഞനുസരിച്ച് നിൽക്കണം, അതുകൊണ്ട് നിന്റെ കൂടെ അള്ളാഹ് ഉണ്ടാവും, പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ റബ്ബിന്റെ നിയമം അനുസരിച്ച് ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപാടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്താൽ റബ്ബ് ചെയ്യുന്നത് എത്രയോ ഉണ്ട്. അതിലെ ചിലത് മാത്രം പറയുന്നുണ്ട്. ഇതുപോലെ ദിക്റുകൾ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കും. നമ്മളിപ്പോൾ ഈ പള്ളി കുറച്ച് ആളുണ്ട്, ഈ ലോകത്ത് കോടാനുകൂടി ആൾക്കാരുണ്ട്. അവരൊക്കെ അള്ളാഹിനെ ഓർക്കുകയാണെങ്കിൽ അവരെ അള്ളാഹ് ഓർക്കും എന്നാണ് പറയുന്നത്. റബ്ബിനത് നിഷ്പ്രയാസാണ്. എല്ലാവരും ഓർക്കുക എങ്ങനെയാന്ന് പറയണ്ട. റബ്ബിന്റെ വാഗ്ദാനം, എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. റബ്ബിനെയാണ് ഓർക്കേണ്ടത്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹു തആല പറയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ പറ്റി എന്താണ് വിചാരിക്കണത് അങ്ങനെ തന്നെ ഞാൻ അവനെ പറ്റി വിചാരിക്കും. വന മാഹു ഇദാ ദക്കറനി, എന്നെ അവൻ ഓർത്ത ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ഫൈൻ ദക്കറനി ഫി നഫ്സി ദക്കർതു ഫി നഫ്സി, അവൻ എന്നെ എന്റെ മനസ്സിലാണ്, അവന്റെ മനസ്സിൽ ഓർക്കണത്. നമ്മുടെ അള്ളാഹിനെ നമ്മുടെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ അള്ളാഹ് അവന്റെ മനസ്സിൽ ഓർക്കും. റബ്ബ് നമ്മളെ ഓർക്കും. പിന്നെയോ വൈൻ ദക്കറനി ഫി മലയിൻ, ഞാനൊരു സമൂഹത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഓർത്തതെങ്കിൽ ദക്കർത്തു, അവനെ പറ്റി അള്ളാഹ് ഓർക്കും. അപ്പൊ റബ്ബിനെ പറ്റി നമ്മൾ സമൂഹത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ് പറയണമെങ്കിൽ നമ്മളെപ്പറ്റി ഈ സമൂഹത്തെക്കാൾ നല്ലൊരു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹ് പറയുന്നു. അതാ ദക്കർത്തുഹു ഫി മലയിൻ ഖൈരി മിൻഹും, ഇവരെക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തിന്റെ അടുത്ത് വെച്ച്, മലക്കുകളുടെ അടുത്ത് വെച്ച് അള്ളാഹ് നമ്മെ പറ്റി പറയും. അപ്പൊ നമ്മളിങ്ങനെ ചെയ്താൽ അള്ളാഹ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ റബ്ബ് ഇങ്ങോട്ട് അടുക്കുകയാണ്. പലരും ഇങ്ങനെ കഥാകഥറല്ലേ അള്ളാഹ് എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ അറിയണക്കൊക്കെ ഉള്ള മറുപടിയാണ്. നമ്മളുടെ അടുത്ത അള്ളാഹ് ഇങ്ങോട്ട് അടുക്കും. നമ്മളിങ്ങനെ മാറിയെന്ന് എന്താന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇനി നോക്കുക. ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്, വൈദാ തഖറബ ഇലയ്യ ശിബ്റൻ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാൻ, അവനിലേക്ക് നമ്മൾ അതിനേക്കാൾ അടുക്കും, ഒരു മുഴം എടുക്കും. ഇനി ഒരു മുഴം എടുത്താലോ ഒരു മാറ് അടുക്കും. ഇനി എന്നോട് വൈൻ അത്താനി യംശി, നടന്നിട്ട് അവൻ എന്നിലേക്ക് അടുക്കാൻ ഞാൻ അവനിലേക്ക് ഓടി അടുക്കും. ഇങ്ങനെയൊക്കെ റബ്ബ് എത്ര ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തെല്ലാം സന്തോഷവാർത്തയാണ് ഇങ്ങനെ അറിയിക്കുന്നത്. അപ്പൊ നമ്മൾ ദീനീ ജീവിതം നയിക്കുകയാണ് ഈ പരലോകത്ത് കിട്ടുന്ന കാര്യവും. കാരണം തഖ്വയിൽ അധിഷ്ഠിതമായ, അതുപോലെ റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ചുരുങ്ങിയ കാലയളവിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് അവർക്ക് സമാധാനമുണ്ടാവും, മനസ്സിന് സുഖമുണ്ടാവും. പരലോകത്തിൽ അവരെ കാത്തു നിൽക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ പിന്നെ എന്നെന്നും പെരുന്നാളുകളാണ്. മരണം മുതൽ അതാണ് തുടങ്ങും. അതുകൊണ്ട് വിലപ്പെട്ട സമയങ്ങൾ നല്ലതിന് ഉപയോഗിക്കുക. അള്ളാഹു നമ്മെ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമത്തുകൾ തന്നിട്ടുണ്ട്. അതിന് നന്ദി കാണിച്ചാൽ അള്ളാഹ് അങ്ങനെ നിലനിർത്തി തരും. ഇനി അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലോ ദീനി ജീവിതം അങ്ങനെ നയിച്ചു മുന്നേറുമ്പോൾ അതന്നെ മരിച്ച ഏറ്റവും നല്ല അന്ത്യവും കിട്ടും. പരലോകത്ത് ഉന്നതമായ കാര്യങ്ങൾ ലഭിക്കും. എന്നാൽ ഇതൊന്നുമില്ല, ചില കാലത്ത് മാത്രം. പിന്നെ ദീനി ജീവിതം പറ്റങ്ങനെ വിട്ട് പിന്നെ വലയെ വിട്ടും പറ്റങ്ങോട്ട് വിട്ടുപോകും ചില ആൾക്കാർ, ചില സമയത്തും ചില സാഹചര്യത്തിലും മാത്രമൊക്കെ. പക്ഷെ അപ്പോഴും നമ്മൾ പേടിക്കണം. വളരെ ദുരന്തമായ അന്ത്യമായി ഭവിക്കും ചിലപ്പോൾ. ശുദ്ധ ഖുർആൻ അങ്ങനെ ചിലരെ പറ്റി പറഞ്ഞ് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ഈ ദീനിന്റെ സന്ദേശം കിട്ടിയിട്ട് അത് വലിയ നിയമത്താണ്, അള്ളാഹ് തന്ന വലിയൊരു നിയമത്താണ്. സ്വർഗത്ത് പോകാനുള്ള സന്ദേശമൊക്കെ തന്നു എന്നുള്ളത്. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവരെ ഉപമിച്ച ഉപമ ഒരു സ്ഥലത്ത് പറഞ്ഞ് കഴുതകളെ മാതിരി എന്നാണ്. പേടിക്കേണ്ട വിഷയമല്ലത്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത,
ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് തൗറാത്ത് കൊടുത്തവരുടെ ഉദാഹരണം. പക്ഷെ അവര് അള്ളാന്റെ സന്ദേശം ഒരു ഭാഗത്ത്, ഓലെ ജീവിതം വേറൊന്ന്. അള്ള കൊടുത്ത സന്ദേശം, ആകാശത്ത് ഇറക്കിയ സന്ദേശം, അതൊരു ഭാഗത്ത്, ഇവരുടെ ജീവിതം വേറൊന്ന്. അത്തരം ആൾക്കാരുടെ ഉദാഹരണം മസലിൽ ഹിമാർ, കഴുതകളം മാതിരിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ. എന്താണ് യഹ്മിലു അസ്വാറ, ഏടുകൾ ചുമക്കുന്ന. എന്താണ് ഏടിലുള്ളത് എന്നുള്ളത് കഴുതകൾക്ക് അറിയില്ലല്ലോ. ഇതേ രൂപത്തിൽ എന്താണോ റബ്ബിന്റെ സന്ദേശം അതൊരു ഭാഗത്ത് വെച്ചിട്ട് ഇവന്റെ ജീവിതം വേറൊന്നാണെങ്കിൽ അവരെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. ദീനിങ്ങനെ മാറി നിന്ന് ദീന്റെ സന്ദേശം ഒരു ഭാഗത്ത് ഇവിടെ, നമ്മുടെ ജീവിതം വേറൊന്നാകുമ്പോൾ നല്ലോണം പേടിക്കണം. ഇത്തരം ആൾക്കാരെ പറ്റി തന്നെ, അവരുടെ ദുരന്തത്തെ പറ്റിയൊക്കെ ഈ രൂപത്തിൽ ദീനി ജീവിതം മാറിയത് കൊണ്ട് അവരെ പറ്റി പറഞ്ഞ ഒരു സ്ഥലത്ത് പറഞ്ഞത്, വലഖദ് അലിംതുമുല്ലദീന തദൗ മിൻകും ഫിസ്സബ്ത്. ഇപ്പൊ തൗറാത്ത് കിട്ടിയപ്പോൾ ജൂതന്മാർക്കായിരുന്നല്ലോ, അവരെ പറ്റി പറയാണ് ഇവിടെ. ആ സ്വഭാവം വരാതിരിക്കാനാണ്. ജൂതന്മാരും നിസ്രാനികളും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഒക്കെ പിന്തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാ ജൂതന്മാരെ പറയണത്? നമ്മളുമായിട്ട് ബന്ധമല്ല പറയണ്ട. ഒക്കെ നമ്മൾ അവരുടെ സ്വഭാവം സ്വീകരിച്ചാൽ പിന്നെ വലിയ പ്രശ്നമാവുന്നായി പറയണം. അവർക്കൊരു നിർദ്ദേശം കൊടുത്തു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത്. പക്ഷെ അവർ ലംഘിച്ചു. അവര് അപ്പൊ എന്തായി? നിങ്ങൾ നിന്ദന്മാരെ കുരങ്ങുകളായി മാറുക. അവർക്ക് അള്ള കൊടുത്ത, അങ്ങനെ അവരെ കൂട്ടത്തിൽ കുരങ്ങന്മാരുണ്ടാക്കി. റബ്ബ് പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് അള്ളാന്റെ സന്ദേശം ഒരു ഭാഗത്ത് പോലെ ജീവിതം വേറൊന്നു. അതുകൊണ്ട് അവരെ പറ്റി പിന്നെ പറഞ്ഞത്, വേറെ സ്ഥലത്ത് പറഞ്ഞത്, അവരെ ലാനഹുള്ള, അവരെ അള്ള ശപിച്ചിട്ടുണ്ട്. വളിബലി, അവരോട് കോപിച്ചിട്ടുണ്ട്. പിന്നെ ജാലമിന്നും അൽ ഖിറദത വൽ ഖനാസിർ, അവരെ കൂട്ടത്തിന്ന് പന്നികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുരങ്ങന്മാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ ഈ ലോകത്തിന്റെ വലിയ അപകടമാണ്. അള്ളാന്റെ ദീൻ എന്നുള്ള മഹാ അനുഗ്രഹം ഇവിടെ ഉണ്ടാകുമ്പോൾ അതൊരു ഭാഗത്ത് മാറ്റിവെച്ച് നമ്മൾ വേറെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വേറൊരുത്തരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ എങ്ങനെയാണ്? വത്ലു അലൈഹിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓതുക, നബ അല്ലദീ ആതൈനാഹു ആയാതിന, നമ്മൾ ആയത്തുകൾ നൽകി. റബ്ബിന്റെ ആയത്തുകൾ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ പരിശുദ്ധ ഖുർആനായിട്ടും ഹദീസായിട്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. അത് നോക്കി ജീവിക്കേണ്ടവർക്ക് അത് ഇവിടെ നിലനിൽക്കുകയാണ്, പ്രകാശിച്ചു നിൽക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ വഴിക്ക് പോയാലോ ചിലപ്പോ ഈ ഉദാഹരണം പറഞ്ഞ മാതിരിയൊക്കെ വരും. ഇവിടെ എന്താ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കൊടുത്തു, പക്ഷെ ഫൻസലഹമിൻ, അവൻ അതിൽ നിന്ന് ഊരി, അതിലേക്കൊന്നുമല്ല അവന് ശ്രദ്ധ. ഇതൊക്കെ മാറി. എന്ത് ദീനീ ജീവിതം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അതിൽ നിന്ന് മാറി ജീവിക്കുന്നവരെ പറ്റി പറയാം. അങ്ങനെ ഫഅത്ബഉ ശൈത്താൻ, ദീന് മാറിയ പിന്നെ ശൈത്താന്റെ കൂടെ ഇരിക്കും. ശൈത്താൻ അവന്റെ പിന്നാലെ കൂടി. ഫഖാന മിനൽ ഗാവിൻ, അങ്ങനെ വഴിവഴിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടു. എന്നിട്ട് പിന്നെ അവനെ പറ്റി ഇങ്ങനെ പറയാം, അവനിതൊക്കെ ഉണ്ടായിട്ടും വലാക്കിന് അഖലത ഇലല്ല, ഭൂമിയിലേക്കണ്ട് ആട് പിടിച്ചു, വെറും ഭൗതികനായി മാറി. ഒത്തബഹവ, എന്താ തന്റെ ദേഹേച്ഛ പറയണത് മാത്രം, വേറെ അപ്പുറത്ത് ആര് പറഞ്ഞിട്ടും കാര്യമല്ല. അവന്റെ ദേഹേച്ഛ എന്താണോ പറയണത് അതിനനുസരിച്ച് ജീവിച്ചു. ഫമസലു, അവന്റെ ഉദാഹരണം എന്നറിയോ? കമസലിൽ കൽബി, നായനെ പോലെ. വിശുദ്ധ ഖുർആൻ പറയാണ്, പട്ടിയോട് ഉപയോഗിച്ചിരിക്കുകയാണ്. അള്ളാന്റെ നിയമങ്ങളൊക്കെ കിട്ടിയിട്ട് അത് അറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിക്കാതെ അവൻ വേറെ ലോകത്തിലാണ് ജീവിക്കണേ. എല്ലാവിധ തിന്മകളും അധർമ്മങ്ങളുമായി അങ്ങനെ ജീവിച്ചു പോവാണ്. ഇൻ തഹ്മിൽ അലൈ യൽഹസ് ഔ തത്റുകു യൽഹസ്, ആ പട്ടിനെ നീ എതിർത്താലും നാവ് നീട്ടും, ഇല്ലെങ്കിലും നാവ് നീട്ടും. ഇവനോട് ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഉപദേശിക്കാതിരുന്നിട്ടും കാര്യമില്ല. ആരെന്തും ഉപദേശിച്ചു, എന്തുപദേശം? അതൊക്കെ ചില ആൾക്കാർ അങ്ങനെ പറയും, ഇങ്ങനെ പറയുന്നല്ല. ഓന്റെ ജീവിതം അല്ലാതെ അത്രയേറെ ഹൃദയം മോശമായിട്ട്, അല്ലെങ്കിൽ ഹൃദയം തകർന്നടിഞ്ഞ ആൾക്കാരായി മാറും. അപ്പൊ നമ്മളെപ്പോഴും ദീനീ ജീവിതം തന്നെ നയിക്കണം. അല്ലെങ്കിലോ ചിലപ്പോൾ ഈ തൗഫീഖോട് പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുന്ന, അനുഗ്രഹം നിലനിർത്തുന്നതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട്, നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, അതുപോലെ അള്ളാഹ് എന്നത് ചെയ്താൽ എന്നത് തരും. ഇതുപോലെ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ മോശമായി ജീവിക്കുന്നവരെന്നുള്ള അർത്ഥത്തിൽ പറയില്ല ഞാൻ. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ഭയപ്പെടണം എന്ന നിലക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ റബ്ബിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. തുടക്കത്തിൽ ഒത്തി ആയത്തിന്റെ അർത്ഥം കൂടി പറയാം. അവൻ ആറുള്ള അന്തിക്കിരി, എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞ് ജീവിച്ചാൽ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കാം. അങ്ങനെ അവന്റെ പിശാചിന്റെ, അവന്റെ ദേഹച്ചക്കനുസരിച്ച് ജീവിച്ചു പോകാം. മതം ഇവിടെ എന്ന അവന്റെ ജീവിതം വേറൊന്ന്. എങ്കിൽ ഫൈനലഹു മൈഷത്തുള്ളങ്ക, അവന് ഇടുങ്ങിയ ജീവിതം ഉണ്ടാകാം. അവന് ഇടുങ്ങിയ ജീവിതം ഉണ്ടാകാം. അവന് ഈ ലോകത്തുനിന്ന് ഒരു സുഖം ഉണ്ടാവില്ല.
അതൊക്കെ പുറത്ത് ചില ആൾക്കാർക്ക് ഒരു അതാണ് സുഖമാണെന്നൊക്കെ വിചാരിക്കുക. അവരെ മനസ്സ് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ സുഖമില്ലാതെ ചിലപ്പം അധാർമികതകളിൽ വീണ്ടും വീണ്ടും പോവും, അല്ലെങ്കിൽ ലഹരികളിൽ അഭയം പ്രാപിക്കും. എന്നും പ്രശ്നമാണ്. അവർ മനസ്സിന് സമാധാനം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നും അവർക്ക് തീരാ ദുഃഖമുണ്ടാകും. കാരണം മനസ്സിന് ടെൻഷൻ പോകാനാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് ചിലർ പറയും. ആ ടെൻഷൻ പോവുക ചെയ്യുക അല്ലല്ലോ, പിന്നെ അധികം പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഏതായാലും അവരുടെ ജീവിതം വളരെ മോശമായിരിക്കും. അത് ഈ ലോകത്ത് തന്നെ. ഇനി പരലോകത്തിലാണെങ്കിലോ ഒനഹ്ശറു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് അന്ധനായിട്ടാണ് വരിക. അവൻ പരലോകത്തിലുള്ള കൊണ്ടുവരാൻ അന്ധനായിട്ട്, കണ്ണ് കണ്ടുവിടാത്ത ആളായിരിക്കും. അപ്പൊ പറയും ലിമ ഹശർത്തനി അഅമ വഖദ് കുൻതു ബസീറ, അള്ളാഹു എന്താ എന്റെ കണ്ണ് പോയത്, ഞാനൊന്നും കാണുന്നില്ല, ദുനിയാവിൽ എനിക്ക് കണ്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ റബ്ബിന്റെ മറുപടി, നീ ഈ ലോകത്ത് ജീവിച്ചപ്പോ പ്രമാണങ്ങളൊന്നും നോക്കിയില്ല, അള്ളാന്റെ സന്ദേശം ഇവിടെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്, അത് നോക്കിയില്ല. അപ്പൊ അതിലേക്ക് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിന്റെ കണ്ണ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് വഖദാലിക്കൽ യൗമ തുൻസ, ഇന്ന് നീയും മറക്കപ്പെടുന്നു, ഇന്ന് നീയും ശ്രദ്ധിക്കപ്പെടുന്നില്ല. നിന്റെ ദുരന്തം നീ അവിടെ കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാത്തത് കൊണ്ട് നിനക്ക് കണ്ണ് വേണ്ട. അങ്ങനെ അന്ധനായി പരലോകത്ത് വരുന്ന അവസ്ഥയൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിത് കാണണം, കാണേണ്ടത് കാണണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ സുന്നത്തുനെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കതൊക്കെ പാടെ പഠിച്ചിട്ടില്ലെങ്കിലും കുറേ നമുക്കറിയും. ഹലാലുകൾ, ഹറാമുകൾ, ഇസ്ലാമിന്റെ അടിത്തറകൾ, അഖീദകൾ അറിയില്ലെങ്കിൽ അറിയണം. അതനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹ് പിന്നെ നല്ലതിലേക്ക് അങ്ങനെ കൊണ്ടുവരും. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വഴിയിൽ ജിഹാദ് ചെയ്ത് ഇങ്ങനെ പോയാൽ നമ്മുടെ മാർഗത്തിലേക്ക് നമ്മൾ അവരെ നയിക്കും എന്നത് പരിശുദ്ധ ഖുർആന്റെ വാഗ്ദാനമാണ്. അപ്പോ ദീനീ ജീവിതം നിലനിർത്തണം എന്നതാണ് ഈ പറയുന്നത്. അത് വളരെയേറെ ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഹജ്ജ് ക്യാമ്പിനെ പറ്റി പറയാണ്. നമ്മുടെ മഞ്ചേരിയിൽ ഈ സിറ്റി പോയിന്റ് ഓഡിറ്റോറിയത്തിൽ ഈ ഞായറാഴ്ച 9 മണി മുതൽ 1 മണി വരെ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അവർക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ ഹജ്ജിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ അവിടെ നടക്കും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ള വലിയൊരു ഖൈറാണ്. അത് സാന്ദർഭികമായി അറിയിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും പലതുണ്ട്. പശ്ചിമേഷ്യയുടെ പ്രശ്നമൊക്കെ നമുക്കറിയും. അതൊക്കെ നീണ്ടു പോകുമ്പോൾ വലിയ പ്രതിസന്ധികളാണ്. ഇത്രയും പെട്ടെന്ന് അള്ളാഹു പ്രതിസന്ധിയെല്ലാം തീർത്തു തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ലോകത്തിലും നന്മകൾ കിട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين.